രാവിലെ 10 ദിവസം വരെ തുടങ്ങണേ. ഇതാണ് മക്കളെ നമ്മൾ നിന്ന റിസോർട്ടിൻ്റെ ഏറ്റവും നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് 24ാമത്തെ നിലയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അതാണ് റെഡിസൺ ബ്ലൂ എന്ന റിസോർട്ടാണത്. അതിൽ എടുക്കണേ ഇതാണ് ഞങ്ങൾ നിന്ന് റിസോർട്ട് കേട്ടോ. എന്താ അതിൻ്റെ പേരൊന്നും കിട്ടില്ല, വായിച്ചാൽ കിട്ടില്ല. ഒരു ഗതികെട്ട പേരാണ്. എന്നാൽ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഓക്കെ, എന്താ അപ്പോൾ ഞങ്ങളിങ്ങനെ വെക്കേറ്റ് ചെയ്താണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അടിപൊളി റിസോർട്ടൊക്കെ തന്നെയാണ് കേട്ടോ. എന്താ ഇവരിങ്ങനെ ഫോട്ടോഷൂട്ടിന് ഇങ്ങനെ കാത്തിരിക്കുക. ചക്കരപ്പൊടി അതല്ല ഞങ്ങൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ NCAൻ്റെ മീറ്റിങ്ങിന് വന്നാണ്. അതിലിപ്പോൾ ഏതാണ് ഹോട്ടൽ? റെഡിസൺ ബ്ലൂ എന്നൊരു ഇതാണ് നമ്മളിപ്പോൾ അതിൻ്റെ റൂമിൻ്റെ കാഴ്ചകൾ നമ്മളൊന്ന് കാണാൻ നമുക്ക്. അപ്പോൾ നമുക്ക് റൂം കിട്ടിയത് 1908 നമുക്ക് റൂം കിട്ടിയത്. അപ്പോൾ നമുക്ക് റൂമൊന്ന് കാണാൻ നമുക്ക് ഏകദേശം എന്താണ് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ. പറ്റില്ല. റെഡി. അപ്പോൾ നമ്മളിപ്പോൾ റൂം തുറന്നപ്പോൾ എന്താ അടിപൊളി കാഴ്ചകളാട്ടോ. നല്ലൊരു അടിപൊളി കംഫർട്ടായ നല്ല ബെഡും കാര്യങ്ങളും നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു സെറ്റപ്പുള്ളൊരു കാഴ്ചകൾ തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു സോഫ സെറ്റ് ഇരിക്കാനുള്ളൊരു സംവിധാനം, നല്ല ഇവിടെ ഒരു സംവിധാനം. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു സെറ്റപ്പിൽ തന്നെയാണ് പോലെ റൂമുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കുടിക്കാനുള്ള വെള്ളവും ഗ്ലാസും കാര്യങ്ങളും, അവിടെ ചായയും, പിന്നെ AC സെൻട്രൽ AC ആണ് 20. പിന്നെ ബാത്റൂം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണില്ല, അവിടെ ഫുള്ള് ലേറ്റ് ആയതൊന്നും കാണില്ല. ഒരു ബാത്തിൻ്റെ ഉണ്ട്, ടോയ്ലറ്റൊക്കെ നല്ല ക്ലിയർ നീറ്റ് ആൻഡ് ക്ലീനിലുള്ള ഒരു ബാത്റൂം തന്നെയാണ്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. നല്ല കാഴ്ചകളാണ്. കൊച്ചി മെട്രോൻ്റെ മെട്രോ ഇങ്ങനെ പോകണേ നമുക്ക് ഇങ്ങനെ കാണാൻ പെടുന്ന ഇങ്ങനെ വന്നാണ്ട് നമ്മൾ പോകുമ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പോകുമ്പോൾ അങ്ങനെ കാണുന്നില്ല. ഏതായാലും ഇവിടെ ഒരു അൽമാരുണ്ട്. ഏതായാലും നല്ലൊരു അടിപൊളി സെറ്റപ്പുള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, പിന്നെ ഒരു അലമാരുണ്ട് ഇവിടെ. നല്ല സെറ്റപ്പിൽ അലമാരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തുറന്നാക്കാം എന്താണ് സംഗതി. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോളി ഒരു ആങ്കർ, പിന്നെ ഫോട്ടോ നമ്മളെ ചെരുപ്പൊക്കെ വെക്കാൻ ഒരു സ്ഥലമുണ്ട്. അതേമാതിരി അയൺ ചെയ്യാനൊന്ന്. ഇത് പിന്നെ ലോക്കറാണ്. നമുക്ക് എന്തെങ്കിലും വിലപിടിപ്പുള്ള സംഗതികൾക്ക് എന്തെങ്കിലും വെച്ചാണ്ട് ലോക്ക് ചെയ്യാനുള്ള സംവിധാനമാണ്. പിന്നെ ഒരു വലിപ്പ് ഇവിടെ ഒരു വലിപ്പ് ഇതൊക്കെയാണുള്ളത്. പിന്നെ ഇവിടെ ഒരു വലിപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തുറന്നു നോക്കുക. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയ ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൽ വെള്ളം, അതേമാതിരി പെപ്സി, 7up, പിന്നെ ഐറ്റംസുകൾ സ്നാക്സുകൾ വേറെ ഒന്നുണ്ട്. അണ്ടിപ്പരിപ്പ്, ബദാം, അങ്ങനത്തുള്ള സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അടിപൊളിയാണ്. അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, പിന്നെ ഇപ്പോൾ 7up കാര്യങ്ങളൊക്കെ അതും വേറെ ഉണ്ട്. അതൊക്കെ നേരത്തെ കാണിച്ചില്ല. ഏകദേശം 24 നിലയോളം ഉണ്ട് കേട്ടോ ഈ ബിൽഡിങ്. ഈ ബിൽഡിങ് പറഞ്ഞാൽ ഈ ഒരു 5 സ്റ്റാർ ഹോട്ടലിന് പറയാം. അതിലിപ്പോൾ ഞമ്മക്ക് കിട്ടിയത് 19ാമത്തെ നിലയാണ്. അത് എത്ര 803 ഞങ്ങളിപ്പോൾ 2 റൂം നടത്തുന്നത്. ഞങ്ങൾ 4 ആളപ്പോൾ പോകുന്നതാണ് കേട്ടോ. 4 ആളിലിപ്പോൾ അതിൽ 2 റൂം എടുത്ത്, ഒരു റൂമിൽ ഞാനും ഓനും വേറൊരുത്തനും, ഒരു റൂമിൽ വേറൊരുത്തനും ഓനും.
ഉണ്ടായാൽ മതി. മീറ്റിംഗ് ഹാൾക്ക് കടക്കട്ടെ, നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നത് മനസ്സിലായി. ക്വാളിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ കടയിൽ വെക്കും. ക്വാളിറ്റി ഇല്ലാത്ത ഒരു സാധനത്തിന് എൻട്രി. എൻ്റെ കടയിൽ ഒരു ദിവസം 5-6 ഒരു മാസം മുടക്കേണ്ടടക്കം ഞാൻ കേരളത്തിലായിട്ടുള്ള പറഞ്ഞത് എല്ലായിടത്തും സെപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീട് വേണ്ട അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭാവിയിലും എന്താ പറയുക, ഇന്ത്യയിൽ ഒന്നാമത് ഇന്ത്യ വളരെയധികം എന്താ പറയുക സാമ്പത്തികമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ എന്താ പറയുക നാലാമത്തെ ശക്തിയാവും എന്നൊക്കെ പറയുന്ന രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു 10-20 വർഷത്തേക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ് പെയിന്റ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ ബിസിനസ് വരുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ അതിൻ്റെ ഒരു ഡീഗ്രോത്ത് ഒന്നും നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ധൈര്യമായിട്ട് ഇനിയും തുടരാമെന്നുള്ളൊരു അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ 3 വർഷമായിട്ട് ആദ്യത്തെ വർഷം ഒരു 5 വർഷമായിരിക്കും, പിറ്റത്തെ വർഷം 10ആയിരിക്കും. കഴിഞ്ഞ വർഷം ഇപ്രാവശ്യം ഞാൻ 50 ചെയ്തു. പക്ഷേ ആ പ്രൊഡക്റ്റിന്റെ ഒരു ക്വാളിറ്റി കൂടി മാത്രം
അധികം ഒറ്റ നമ്മൾ വെറുതെ പിടിച്ചോക്കണ വെറുതെ ആകുമോ? എന്തേ അവിടെ നിക്കണതേ കോഴിക്കോട് ആയിട്ടില്ലാട്ടോ. നമ്മൾ 24-ാമത്തെ നിലയുടെ മുകളിലാണ് കിടക്കണത്. അവിടുത്തെ താഴത്തേക്കുള്ള കാഴ്ചകൾ കണ്ടുകൂടി. കൊച്ചിയാണ് കാണുന്നത്. കൊച്ചിയാണത് കാണുന്നത് മക്കളെ. കൊച്ചി എന്താ കാഴ്ച! പൊളി കാഴ്ചയാണ്, പൊളി വായ്പാണ് മക്കളെ. ഇത്രയൊക്കെ തന്നെ കാണുള്ളൂ. ഇനി പകലേ കാണാൻ കൂടി കാണാൻ കഴിയും. രാവിലെ തന്നെ 10 ദിവസം വരെ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അതിൻ്റെ ഐറ്റംസുകളാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. ദോശയുണ്ട്, അജ്മലുണ്ട്, സ്യാബുണ്ട്, പിന്നെ ഞങ്ങൾ തന്നെ ഉള്ളൂ. ഞങ്ങൾ 4 ആൾ. പിന്നെ അവിടെ വേറെ കുറേ ആൾക്കാരുകളുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ കഴിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ വന്നുകൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലേഡി നമുക്ക് സപ്ലൈ ചെയ്ത് തരുന്നുണ്ട്. രാവിലത്തെ ഇതൊന്നും നല്ല ഐറ്റംസ് കിട്ടും. ഐറ്റംസ് കുറേ ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇതാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. മക്കളാ ഇതാ റെഡിസൺ ബ്ലൂവിൻ്റെ 24-ാമത്തെ നിലയിലെ സ്വിമ്മിങ് പൂളാണ് ഈ കാണുന്നത്. കുറച്ച് കുട്ടികളുണ്ട് അവിടെയൊക്കെ ചാടി കളിക്കുന്നത്. ബാക്കിയുള്ള ഏറ്റവും ടോപ്പിലെ നിലയാണത്. ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി ചെറുങ്ങനെ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ കണ്ടിരുന്നു. ഇപ്പം അതാ കണ്ടോളി. നല്ല ഗംഭീര കാഴ്ചയാണ്. അടിപൊളി സ്വിമ്മിങ് പൂൾ. പൊളിയാട്ടോ. ഏറ്റവും ടോപ്പിലപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൂളിൻ്റെ 4 ഭാഗം. പിന്നെ പൂളിൻ്റെ സൈഡുകളൊക്കെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചാണ്ട് അലങ്കരിച്ചിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞോ? പിന്നെ ഇവിടെ കടക്കാനൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. ഈ നല്ല സ്യാബൊക്കെ കിടക്കണുണ്ടോ? ഗോവയിലെത്തി നിന്നാണ് സ്യാബൊക്കെ. കേട്ടോ മാതിരി ഇങ്ങനെ കടക്കാം. നമ്മൾ ഗോവയിലല്ല മാതിരി ഗോവ ബീച്ചിൽ വന്ന് കെട്ടിയാൽ മതി. പൊളിയല്ലേ?
ഇവിടെ എത്രത്തോളം ആയുണ്ടാവോ 5 ആയുണ്ടോ? നമ്മളെ മൂടും, അപ്പോൾ കുഴപ്പമില്ല. എടുക്കണേ എടുക്കണേ. ഇതാണ് ഞങ്ങൾ നിന്ന് റിസോർട്ട് കേട്ടോ. റെഡ് എന്താ അതിൻ്റെ പേരൊന്നും കിട്ടുന്നില്ല, വായിച്ചാൻ കിട്ടില്ല. ഒരു ഗതികെട്ട പേരാണ്, എന്നാൽ സിമ്പിളാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഓക്കെ, എന്താ അപ്പോൾ ഞങ്ങളിങ്ങനെ വെക്കേറ്റ് ചെയ്താണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അടിപൊളി റിസോർട്ടൊക്കെ തന്നെയാണ് കേട്ടോ. എന്താ ഇവരിങ്ങനെ ഫോട്ടോഷൂട്ടിന് ഇങ്ങനെ കാത്തിരിക്കും.